കുടുംബബന്ധം ഒരാൾ ചേർത്താൽ അള്ളാഹു അയാളുടെ ആയുസ്സിലും സമ്പത്തിലും ബറക്കത്ത് നൽകും. അയാളുടെ ആരാധനകൾ അള്ളാഹുവിന് സന്തോഷമുള്ള ആരാധനകളാണ്. അപ്പൊ ഞാൻ വാപ്പാനായിട്ടും തെറ്റിയ ഒരാൾ, വാപ്പാനിമ്മാനായിട്ടും തെറ്റിയ ആളെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അതൊരു അപ്പീലില്ലാത്ത കേസാണ്. അതേസമയം വേറെ ഏതെങ്കിലും ബന്ധങ്ങൾ, ജ്യേഷ്ഠൻ, അനുജൻ, സഹോദരി, എളാപ്പ, മൂത്തമ്മ, അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്, ബന്ധുക്കൾ എന്ന് പറയും. ഇവരോടൊക്കെ തെറ്റി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ആരാധന പോലും പടച്ചവൻ സ്വീകരിക്കൂല. ആകാശത്തേക്ക് ഇങ്ങനെ വരും. ആകാശത്തിന് എൻ്റെ സമാഉദ്ദുന്യ, ഭൂമിയിൽ ഏറ്റവും അടുത്ത സ്ഥലത്ത് ഈ ആരാധന സൂക്ഷിച്ചു വെക്കുന്നതാണ്. എന്നാണോ ഇയാൾ നന്നാവുന്നത് അന്ന് അള്ളാഹു എന്തെയും ഈ ആരാധനകൾ എല്ലാ രാത്രിയും ആ മനുഷ്യനോട് മലക്കൾ വിളിച്ചു പറയും, നന്നായി വരൂ, ബന്ധങ്ങൾ ചേർക്കൂ മനുഷ്യ എന്ന് വിളിച്ചു പറയുമ്പോൾ. കാരണം എന്താണ്? ഇത്ര നിസ്കരിച്ചൊരു മനുഷ്യനാണ്, ഇത്ര ഖുർആൻ പഠിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ സ്വീകരിക്കാൻ ആഗ്രഹം മലക്കുകൾക്കുണ്ട്, പക്ഷെ പെർമിഷൻ കൊടുക്കൂല. നന്നായി വരൂ എന്നാണ് പറയുക. അപ്പൊ നന്നായി വരിക എന്ന് പറയുന്നത് കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ എല്ലാ ഇബാദത്തുകളെയും, പ്രാർത്ഥനകളെയും, ആരാധനകളെയും, ഹജ്ജ് പോലെയുള്ള മഹത്തായ അനുഷ്ഠാനങ്ങളെയും വരെ ബാധിക്കുന്ന വിഷയമാണ് കുടുംബബന്ധം എന്ന് പറയുന്നത്. ഒരാൾ കുടുംബബന്ധം ചേർത്താൽ അള്ളാഹു അയാളുടെ ആയുസ്സിലും സമ്പത്തിലും ബറക്കത്ത് വർദ്ധിപ്പിക്കുന്നു.